പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ബാറഖുമോർ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിൻ്റെ നന്മകൾക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധമാകുന്ന യാഗപീഠത്തിൻ്റെ തണലിൽ അല്പസമയം ജീവിതഭാരങ്ങളിൽ നിന്ന് ഒട്ടൊഴിഞ്ഞ് വന്നിരിപ്പാൻ തക്കോണം ഞങ്ങളെ നീ ഇടയാക്കിയല്ലോ. കേവലം മാനുഷികങ്ങളാകുന്ന ചിന്തകളോ വിശകലനങ്ങളോ കേൾപ്പാനല്ല, വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ കൂടാരമടിച്ച ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ ശബ്ദം കേൾക്കുവാൻ ഈ പകൽക്കാലത്ത് ഞങ്ങൾക്കിടയാകണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം കാണിക്കുന്ന പ്രകാശമുള്ള വഴിയെ യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകണമേ. നിന്റെ വചനം ഞങ്ങളുടെ ജീവിത വ്യഥകളിൽ, വേദനകളിൽ, സങ്കടങ്ങളിൽ, ഭാരങ്ങളിൽ ആശ്വാസമായി ഭവിക്കണമേ. മാതാവേ, പരിശുദ്ധന്മാരെ, പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ, ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണയായി നിൽക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നിത്യതയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമീൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദരായ വൈദികരെ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ പകൽക്കാലത്ത് ദൈവാശ്രയത്തോടെ തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കലേക്ക് തിരിക്കണമേ. ഇത് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം ആരാണ് എന്നുള്ളത് 28-29 അധ്യായങ്ങൾ വായിക്കുമ്പോൾ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലിന് രാജാവായി ന്യായപാലനം നിർവഹിച്ച മഹാനായ ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയാണിത്. ദാവീദ് രാജാവിനെ പറ്റി ദിനവൃത്താന്ത പുസ്തകത്തിൽ തന്നെ 2-3 വരികളിലായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെക്കൂടെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. അത് 29-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഇശ്ശായിയുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണിരുന്നു. അവൻ ഇസ്രായേലിനെ വാണകാലം 40 സംവത്സരമായിരുന്നു. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരൂശലേമിലും വാണു. അവൻ നന്നാ വയസ്സ് ചെന്നവനും
ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. അവൻ്റെ മകനായ ശലോമോൻ അവന് പകരം രാജാവായി. എത്ര ഭംഗിയായിട്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ചരിത്രത്തെ മുഴുവനും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 സംവത്സരം ഹെബ്രോനിലും ദീർഘമായ 33 സംവത്സരം യെരൂശലേമിലും രാജാവായി വാണിരുന്ന ഒരു മനുഷ്യൻ. നല്ല ആയുസ്സോടെ ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകിയ ആയുഷ്കാലം പൂർത്തീകരിപ്പാൻ ഇടയായ മനുഷ്യൻ. വയസ്സ് ചെന്നു, ആയുസ്സും ധനവും മാനവും ഒക്കെ തികഞ്ഞവനായി അവൻ ഈ ലോക ജീവിതം പൂർത്തീകരിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ആശ്വാസകരവും സന്തോഷകരവുമാകുന്ന അനുഭവമാണ് ദാവീദ് മഹാരാജാവിൻ്റെ ജീവിതത്തെ പറ്റി ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനയാണ് ഈ പകൽക്കാലത്തെ നമ്മുടെ ചിന്താവിഷയം. ദൈവത്തോട് ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, ഈ ചിന്തകളും വിചാരങ്ങളും നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നാളും മാഞ്ഞു പോകുവാൻ ഇടയാകരുതേ. ഈ പ്രാർത്ഥന നടത്തിയതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം 28-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഇസ്രായേലിന് രാജാവായി ദീർഘകാലം ന്യായപാലനം ചെയ്ത ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. 28-ാമത്തെ അധ്യായത്തിൽ അത് എഴുതുന്നുണ്ട്. യഹോവയാകുന്ന ദൈവത്തിന് നിത്യമായ താമസത്തിനുള്ള ഒരു ഭവനം എൻ്റെ കയ്യാൽ നിർമ്മിക്കുവാൻ ഇടയാകണം. ഒരു ദേവാലയം പണിയുക എന്നുള്ളത് ദാവീദിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അത് ദൈവസന്നിധിയിൽ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ദാവീദിനോട് തിരികെ പറഞ്ഞത് 28-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവം എന്നോട്, നീ എൻ്റെ നാമത്തിന് ഒരാലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം ദൈവസന്നിധിയിൽ അവന് കമനീയമായ ഒരു മന്ദിരം പണിയണം എന്നുള്ളതായിരുന്നു. പക്ഷേ യഹോവയാകുന്ന ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ ഒരു യോദ്ധാവാകുന്നത് കൊണ്ട് നീ ആ കർമ്മം നിർവഹിപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നെ നിയോഗം ഏൽപ്പിച്ചിട്ടില്ല. താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ രക്തത്തിൽ നിനക്കുള്ള മകൻ അത് പൂർത്തീകരിക്കും എന്ന് ദാവീദിനോട് യഹോവയാകുന്ന ദൈവം അരുളി ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ചില ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അത് നമ്മളെ വല്ലാത്ത നിരാശയിലേക്കും വല്ലാത്ത വിഷമതയിലേക്കും ഒക്കെ കൊണ്ടുപോകും. എന്നാൽ ഈ വാക്യം നമുക്കവിടെ ആശ്വാസമായി ഭവിക്കേണ്ടതായിട്ടുണ്ട്. ദാവീദും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിറവേറുവാൻ തക്കവണ്ണമുള്ള സാഹചര്യമുള്ള മനുഷ്യനായിരുന്നു. ദീർഘമായ കാലം രാജാധികാരത്തിലിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവൻ ആഗ്രഹിക്കുന്നതൊക്കെ നിർവഹിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ സംവിധാനങ്ങളും ദാവീദിനോടൊപ്പം ഉണ്ട് താനും. എന്നാൽ ദൈവത്തിനൊരാലയം പണിയണമെന്ന് അവൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു. പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല. അവനോട് പറഞ്ഞു, നിനക്കത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള നിയോഗമില്ല, നിന്റെ മകൻ അത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് അടുത്ത തലമുറയിലേക്കാണ് ആ നിയോഗം യഹോവയാകുന്ന ദൈവം തന്നെ ഭരമേൽപ്പിച്ച് വിടുന്നത് എന്ന് ഈ ഭാഗത്ത് നിന്ന് നാം കാണുന്നുമുണ്ടല്ലോ. എന്നാൽ ദാവീദിന് വേണമെങ്കിൽ ഈ പറയുന്ന ദൈവവചനത്തോട് മറുതലിച്ച് നിൽക്കുവാനും തിരികെ പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കുന്ന ചുറ്റുപാടുണ്ട് എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അപ്രകാരമുള്ള ഒരു ഉന്നതമായ പദവിയിലാണ് മനുഷ്യൻ ഇരിക്കുന്നത്. പക്ഷേ കലഹിക്കാനോ വഴക്കുണ്ടാക്കുവാനോ ഒന്നും പോകാതെ ദാവീദ് ഈ വചനം ദൈവസന്നിധിയിൽ നിന്ന് കേട്ടപ്പോൾ ദാവീദ് ചെയ്തത് തുടർന്നുള്ള വാക്യങ്ങളിൽ എഴുതുന്നുണ്ട്. ദാവീദ് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ അവനൊരു പ്രാർത്ഥന നടത്തുകയാണ്. ദീർഘമായൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ദാവീദ് പറയുകയാണ്, ദൈവമേ, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരാഗ്രഹമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നീ ഈ നിയോഗം ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ, എൻ്റെ മകനായ ശലോമോനെയാണല്ലോ ഈ ഉത്തരവാദിത്വം നീ ഭരമേൽപ്പിക്കുന്നത്. ഈ നിയോഗം നീ ഭരമേൽപ്പിക്കുന്ന എൻ്റെ മകനായ ശലോമോനും അതിനോടൊപ്പം തന്നെ ഈ നിയോഗം നീ ഭരമേൽപ്പിക്കുന്ന എൻ്റെ മകനെ ഏൽപ്പിച്ചിരിക്കുന്ന ജനക്കൂട്ടവും, ഇസ്രായേലിലെ ആ വലിയ ജനക്കൂട്ടവും ഒരു നാളും ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ എപ്പോഴും അവരുടെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ നടത്തിയ പ്രാർത്ഥന എന്താണ്? അത് വേറെ ഒന്നുമല്ല,
ദൈവമേ, എൻ്റെ മകനായ ശലോമോൻ്റെ ഹൃദയത്തിൽ നിന്നും, എൻ്റെ മകനായ ശലോമോനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ചില വിചാരങ്ങളും ബോധ്യങ്ങളും ഒന്നും മാഞ്ഞു പോകാതെ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഓർക്കുവാൻ തക്കവണ്ണം എപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാകണമേ എന്നുള്ള വലിയ ആഗ്രഹം ദൈവസന്നിധിയിൽ ദാവീദ് സമർപ്പിക്കുകയാണ്. അപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച ആ 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ പ്രഭാതത്തിലെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് തൻ്റെ മകൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ എപ്പോഴും നിലകൊള്ളണമെന്ന് ദാവീദ് ആഗ്രഹിച്ചത്? ഒന്നാമതായി ദാവീദ് തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് ജീവിത വഴികൾ തൻ്റെ മകനും തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ദൈവജനവും, തൻ്റെ മകനും അതിനോടൊപ്പം തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ദൈവജനവും അവർ നിസ്സാരരാണെന്ന് അവരവരുടെ ജീവിത വഴികളിൽ എപ്പോഴും ഓർക്കുവാൻ ഇടയാകണം. എൻ്റെ മകൻ തിരിച്ചറിയണം, മകനെ ഏൽപ്പിക്കുന്ന ദൈവജനവും തിരിച്ചറിയണം, അവരവരുടെ ജീവിത വഴികളിൽ നിസ്സാരരാണ്, ബലഹീനരാണ്, ഉടഞ്ഞു പോകുന്നവരാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണമേ എന്നാണ് ദാവീദ് ഒന്നാമതായി ആഗ്രഹിക്കുന്നത്. അത് 28-ാമത്തെ അധ്യായത്തിലും 29-ാമത്തെ അധ്യായത്തിലും വളരെ ഭംഗിയായി പരാമർശിക്കുന്നുണ്ട്. 29-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അല്പം ദീർഘമായ ഭാഗമാണ്. അവിടെ അതിൻ്റെ ഉള്ളടക്കം ഞാൻ പറയാം. ദാവീദ് ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥന എന്താണ്? ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥന 10 മുതലുള്ള വാക്യങ്ങൾ 29-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദാവീദ് സർവ്വസഭയുടെ മുൻപാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും തേജസ്സും യശസ്സും മഹിമയും എല്ലാം നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും എല്ലാം നിങ്കിൽ നിന്ന് വരുന്നു. നീ സകലത്തെയും ഭരിക്കുകയും സകലത്തെയും വലുതാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നവനാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങൾ ആരാണ്? നിന്റെ ഈ ജനവും എന്തുള്ളൂ? സകലവും നിന്റെ കയ്യിൽ നിന്നല്ലോ വരുന്നത്. ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് നൽകുന്നതേ ഉള്ളൂ. ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയും ഇല്ല. ലോകം കണ്ട മഹാനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണിത്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് സാഷ്ടാംഗം പ്രണമിച്ച് പറയുകയാണ്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമാനിക്കുവാൻ തക്കവണ്ണം തന്നിട്ടുള്ളതെല്ലാം അതൊന്നും ഞങ്ങളുടെ കഴിവല്ല, നിന്റെ ദാനമാകുന്നു. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിന്റെ കയ്യിൽ ഞങ്ങൾ തിരികെ തന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ആയുഷ്കാലം ഭൂമിയിൽ ഒരു നിഴൽ പോലെയാകുന്നു, യാതൊരു സ്ഥിരതയും ഇല്ല. എത്ര ഭംഗിയായിട്ടാണ് മനുഷ്യ ജീവിതത്തെ മഹാനായ ദാവീദ് രാജാവ് തൻ്റെ വാക്കുകൾ കൂടി അവതരിപ്പിച്ച് കാണിക്കുന്നത്. ഞങ്ങൾക്ക് അഭിമാനിക്കുവാൻ തക്കവണ്ണമുള്ള ഒന്നും ഈ ജീവിതകാലം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ അന്യരും പരദേശികളും എന്ന പോലെയാകുന്നു, യാതൊരു സ്ഥിരതയുമില്ല, ഒരു നിഴൽ പോലെ മാത്രമുള്ള ജീവിതമാകുന്നു ഞങ്ങൾക്കുള്ളത്. ഈ ബോധ്യം ദാവീദ് രാജാവിനുണ്ട്. ദാവീദ് ആഗ്രഹിക്കുന്നത് തനിക്ക് മാത്രം ഉണ്ടാകണമെന്നല്ല, ഇതാ പുതുതായി ചുമതല ഏൽക്കുന്ന എൻ്റെ മകനും ഈ ബോധ്യം ഉണ്ടാകണം. അവൻ്റെ ജീവിത വഴിയിൽ നിസ്സാരനും ബലഹീനനുമാണെന്നുള്ള ബോധ്യം തൻ്റെ മകനും ഉണ്ടാകണം. മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങിച്ചേരും എന്നുള്ളതാണ്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങിച്ചേരും. ഇതാണ് സത്യത്തിൽ എല്ലാ മനുഷ്യരും ഈ ലോക ജീവിതത്തിൽ ധനത്തിലും വിദ്യാഭ്യാസത്തിലും ജീവിത ചുറ്റുപാടുകളിലും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ, വലിപ്പ ചെറുപ്പങ്ങൾ ഒക്കെ നമുക്കുണ്ടായാലും ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ പൊടിയിലേക്ക് മടങ്ങിച്ചേരുവാൻ തക്കവണ്ണം നിയോഗം ഏൽപ്പിക്കപ്പെട്ട് കടന്നു വന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് അഹങ്കരിക്കുവാനോ ഏതെങ്കിലും പുകഴുവാനോ ഏതിലെങ്കിലും വളരെ അധികമായി നമുക്ക് സന്തോഷിക്കുവാനോ ഒന്നും തന്നെ ഇല്ല. ഈ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മനഞ്ഞുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട്
ഒരു കഥ ഇപ്രകാരം ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ ഉണ്ട്. അതിങ്ങനെയാണ്: ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മനയുവാൻ തക്കോണം ആഗ്രഹിച്ചപ്പോൾ തൻ്റെ മാലാഖയായ ഗബ്രിയേലിനെ ഭൂമിയിലേക്ക് അയച്ചു. ഗബ്രിയേൽ ഭൂമിയിൽ വന്നു. ഗബ്രിയേൽ ഭൂമിയോട് പറഞ്ഞു, മണ്ണ് തരിക എന്ന് പറഞ്ഞു. ഉടനെ ഭൂമി പറഞ്ഞു, മനുഷ്യനെ മനയുവാൻ തക്കോണം ഞാൻ മണ്ണ് തരികയില്ല, നീ എൻ്റെ സങ്കടം പടച്ചവനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗബ്രിയേൽ ദുഃഖിതനായി തിരികെ പോയി. രണ്ടാമതായി മീഖായേൽ മാലാഖ വരുന്നുണ്ട്. അതിനുശേഷം റാഫേൽ മാലാഖ വരുന്നുണ്ട്. അവരോടെല്ലാം ഇങ്ങനെ തന്നെ പറഞ്ഞു, അതായത് മനുഷ്യനെ മനയുവാൻ തക്കവണ്ണം മണ്ണ് തരുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം അസറായേൽ എന്ന് പറഞ്ഞൊരു മാലാഖ വന്നു. മാലാഖ വന്ന് മനുഷ്യനെ മനയുവാൻ തക്കവണ്ണമുള്ള മണ്ണ് ഭൂമിയുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ ഭൂമി സങ്കടവുമായി പടച്ചവൻ്റെ അരികിൽ ചെന്നു. എൻ്റെ അനുവാദമില്ലാതെയാണ് ഈ മണ്ണെടുത്തുകൊണ്ട് പോയത്, അതിപ്പോൾ മനുഷ്യനായി എന്ന് പറഞ്ഞു. ഉടനെ പടച്ചവൻ മാലാഖയുടെ സങ്കടം മാറ്റുവാൻ തക്കോണം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്: നിന്റെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോയ മണ്ണിപ്പോൾ മനുഷ്യനായി. ഈ മനുഷ്യൻ തിരികെ മണ്ണിലേക്ക് ചേരും. അപ്പോൾ ആ ഒരു കർമ്മം നിർവഹിക്കുവാൻ ഈ മാലാഖ തന്നെ മനുഷ്യനെ തിരികെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇടുമെന്ന് പറഞ്ഞ് ഭൂമിയുടെ സങ്കടം പരിഹരിക്കുന്നത് പറയുന്നു. ഉടനെ മാലാഖ സങ്കടം പറഞ്ഞു, ഇന്നു മുതൽ മനുഷ്യരെന്നെ കാണുമ്പോൾ ഞാൻ മരണത്തിൻ്റെ മാലാഖയായി മാറി, മനുഷ്യരെന്നെ കാണുമ്പോൾ ഭയപ്പെടും എന്ന് പറഞ്ഞു. ഉടനെ മാലാഖയോട് പറയുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും മരിക്കുവാൻ ഒരു കാരണമുണ്ടാകും. കാരണമില്ലാതെ മരിച്ച ആരെങ്കിലും ഉണ്ടോ? രോഗം, അപകടങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ നിമിത്തമാണ് എല്ലാ മനുഷ്യരും ഈ ലോക ജീവിതത്തിൽ കടന്നു പോകുന്നത്. അവരെല്ലാം ആ കാരണത്തെ വഴി പറയും, അല്ലാതെ മാലാഖയെ വഴി പറയുകയില്ല എന്ന് പറഞ്ഞ് മാലാഖയുടെ സങ്കടത്തെ പടച്ചവൻ ഇങ്ങനെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നൊരു കഥയുണ്ട്. സത്യത്തിൽ ഏറെ അർത്ഥമുള്ളതാണത്. നമ്മളൊക്കെ ഈ ലോക ജീവിതത്തിലേക്ക് എത്ര ഉയർന്നു പറന്നാലും നമ്മളൊക്കെ ഈ ലോക ജീവിതത്തിൽ മണ്ണിലേക്ക് തന്നെ തിരികെ മടങ്ങും എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ജീവിക്കുവാൻ ഇടയാവുക എന്നത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ വീഴ്ചയിൽ ഉടഞ്ഞു പോകാവുന്ന ജീവൻ്റെ ചില്ലുപാത്രമാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഏറിയ കാലം ഇവിടെ ഇങ്ങനെ സ്ഥിരമായി കൂടാരം അടിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്കൊക്കെ ലഭിച്ചിരുന്ന പ്രായത്തോളം ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണമുള്ള ദീർഘായുസ് നമുക്കൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ ചില മനുഷ്യരെ ഭരിക്കുന്നുണ്ടാകും. വേദപുസ്തകം കൃത്യമായ ആയുസ്സിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ദാവീദ് രാജാവിൻ്റെ സംഭാഷണത്തിൽ തന്നെയാണ് പറയുന്നത്. ദാവീദ് പറയുന്നുണ്ട്, there is only 1 feet between me and death. ഞാനും മരണവും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത കാലെടുത്ത് വെക്കുന്നത് മരണത്തിലേക്കാണോ ജീവനിലേക്കാണോ എന്നൊന്നും യാതൊരു നിശ്ചയവുമില്ലാത്ത സാധാരണ ജീവിതങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും. എന്നാൽ ചില മനുഷ്യരുടെയൊക്കെ ഭാവം കാണുമ്പോഴാണ് അവർ ഈ ലോക ജീവിതത്തിൽ സ്ഥിരമായി അങ്ങ് കഴിയുന്നവരാണ് എന്നുള്ളൊരു ചിന്ത ചില മനുഷ്യരെയൊക്കെ വല്ലാതെ ഭരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഇവിടെ മഹാനായ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തിരിച്ചറിഞ്ഞ ഈ യാഥാർത്ഥ്യം നാമും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതാണ്. എല്ലാം തന്നിട്ടുള്ളത് ദൈവദാനമാണ്. നമ്മളുടെ ജീവിതമാകട്ടെ ഒരു നിഴൽ പോലെയാണ്. യാതൊരു സ്ഥിരതയും ആ ജീവിതത്തിനില്ല. അതുകൊണ്ട് ഉണർവോടും ജാഗ്രതയോടും കൂടെ ഇവിടെ വ്യാപരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ കർത്താവും രക്ഷിതാവും നാഥനുമായ യേശു ക്രിസ്തു ധാരാളം ഉപദേശങ്ങൾ നമ്മോട് തൻ്റെ ഇഹലോക ജീവിതകാലത്ത് തൻ്റെ ശിഷ്യന്മാരിലൂടെ തൻ്റെ ജനക്കൂട്ടത്തോട് നേരെ സംസാരിച്ച വചനങ്ങളിലൂടെ നമ്മളോട് പാഠമോദിയിട്ടുണ്ട്. അതിൽ യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശം, നിങ്ങൾ എപ്പോഴും ജാഗ്രത ഉള്ളവരും ഉണർവുള്ളവരുമാവുക എന്നുള്ളതാണ്. ഓൾവേസ് ബി വിജിലൻ്റ് ആൻഡ് പ്രിപ്പയർഡ്. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. യേശുക്രിസ്തുവിന് തൻ്റെ ശിഷ്യന്മാരെ പറ്റിയുള്ള വലിയ സങ്കടവും ശിഷ്യന്മാരെല്ലാവരും ഈ ലോകത്തിലാണ് എന്നുള്ളതായിരുന്നു. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുന്നത്, പിതാവേ, എൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഈ ലോകത്തിലാണ്, അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണമെന്ന് അത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അങ്ങനെയാണ് പിതാവിനോട് യേശുക്രിസ്തു പറയുന്നത്. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ശ്രദ്ധയും ജാഗ്രതയും ഒന്ന് കുറഞ്ഞു പോയാൽ ജീവിതത്തെ വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം നോക്കിപ്പാർക്കുന്ന വിവിധ തരത്തിലുള്ള ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വലിയ വലിയ പാപങ്ങളും വലിയ വലിയ തെറ്റുകളും
ഈ ലോക ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ചുറ്റും ഇങ്ങനെ വിഴുങ്ങുവാൻ തക്കോണം അലറി നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും നാം അനുദിനം പത്രമാധ്യമങ്ങളിലൂടെ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ സത്യത്തിൽ നമ്മെ എത്രയധികമായി ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, അടുത്തൊരു തലമുറയെ ഓർത്ത് എത്രമേൽ ഭാരമാണ്, എത്രമേൽ പ്രയാസമാണ് അനുദിന ജീവിതത്തിൽ ഈ വാർത്തകൾ വായിക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഉണ്ടായി വരേണ്ടത്. അപ്പോൾ അപ്രകാരം നമ്മളുടെ ഉണർവും ജാഗ്രതയും നഷ്ടപ്പെട്ടു പോയാൽ നമ്മെ വീഴ്ത്തിക്കളയുവാൻ തക്കവണ്ണം നോക്കിയിരിക്കുന്ന ധാരാളം തരത്തിലുള്ള പാപവും പാപ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മെ വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നമുക്കുണ്ടാകേണ്ടത് യേശുക്രിസ്തു പറഞ്ഞ ഈ പ്രബോധനം തന്നെയാണ്. എപ്പോഴും ജാഗ്രതയുള്ളവരും എപ്പോഴും ഉണർവുള്ളവരും ആയിരിക്കുക എന്നുള്ളത് തന്നെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. എപ്പോഴാണ് മനുഷ്യപുത്രൻ്റെ വരവുണ്ടാകുന്നത്? അതിന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് 2-3 ഉപമകൾ കൂടി സംസാരിക്കുമ്പോൾ അതിനിടയിൽ പറയുന്ന ഒരു ഉപദേശം ഇങ്ങനെയാണ്: കള്ളൻ രാത്രിയിൽ വരും പോലെ അവൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ എപ്പോൾ അവൻ കടന്നു വന്നാലും നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുതല്ലോ. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയും ഉണർവും ഉള്ളവർ ആയിരിക്കുക. സത്യത്തിൽ നമ്മുടെ കർത്താവ് ജാഗ്രതയും ഉണർവും ഉള്ളവനായിരിക്കണമെന്ന് നമ്മളെ ഉപദേശിച്ചത് മാത്രമല്ല, തൻ്റെ ജീവിതത്തിലുടനീളം നിതാന്തമാകുന്ന ജാഗ്രത നമ്മുടെ കർത്താവ് പുലർത്തുകയും തൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ജാഗ്രതയുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ബലഹീനരും പാപികളുമാകുന്ന മനുഷ്യരായ നാം നമ്മുടെ ജീവിത വഴികളിൽ എത്രയധികമായി ജാഗ്രത പുലർത്തേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു അപ്പന് മകനെ പറ്റിയുള്ള വലിയ സ്വപ്നമാണ്. ദാവീദിന് തൻ്റെ മകനായ ശലോമോനെ പറ്റിയുള്ള വലിയ സ്വപ്നമാണ്. ദൈവമേ, എൻ്റെ വലിയ ആഗ്രഹം എൻ്റെ മകൻ ഈ ലോക ജീവിതത്തിൽ അവൻ്റെ ബലഹീനതകളും നിസ്സാരതകളും തിരിച്ചറിയുകയും ഭാവിക്കേണ്ടതിന് മീതെ ഒന്നും ഭാവിച്ചുയരാതെ എല്ലാം ദൈവദാനമാണ് എന്നുള്ള തിരിച്ചറിവോടെ അവൻ ഈ ലോക ജീവിതത്തിൽ വ്യാപരിക്കുകയും ചെയ്യണം എന്നുള്ളത് ദാവീദിന് തൻ്റെ മകനെ പറ്റിയുള്ള വലിയ സ്വപ്നമായിരുന്നു. രണ്ടാമതായി, ദാവീദ് എന്താണ് തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തെപ്പറ്റി സ്വപ്നം കാണുന്നത്? അത് 29-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദാവീദ് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്, പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നവനാണ് എന്ന് ഞാൻ അറിയുന്നു. സത്യത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ ഈ മലയാള പരിഭാഷ അതിൻ്റെ മൂലഭാഷയോട് പരിപൂർണമായി ചേർന്ന് നിൽക്കുന്നതല്ല. സത്യത്തിൽ ആ മലയാള പരിഭാഷ വരേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ മനുഷ്യരുടെ ഹൃദയത്തെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും അവർ നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നതിൽ നിന്റെ ഉള്ളം പ്രസാദിക്കുകയും ചെയ്യുന്നുവല്ലോ. വേദപുസ്തകത്തിന്റെ പഴയ നിയമം എഴുതപ്പെട്ട എബ്രായ ഭാഷയിൽ ഇങ്ങനെയൊരു വിവരണമാണ് കാണുന്നത്: ദൈവമേ, നീ മനുഷ്യരുടെ ഹൃദയത്തെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയത്തെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വേറെ ആരെക്കാളും കൂടുതൽ അറിയാവുന്നത് ദാവീദിനാണ്. കാരണം എന്താണ്? ദാവീദിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളിത് വായിക്കുന്നുണ്ട്. ദാവീദിന്റെ പിതാവായ ഇശ്ശായി ഓരോ മക്കളെയും ഇങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ നിലത്ത് നിർത്തിയിട്ട് ഇവരെ അങ്ങ് അഭിഷേകം ചെയ്ത് രാജാവാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇശ്ശായിയോട് പറഞ്ഞത് എന്താണ്? ദൈവം ദാവീദിന്റെ പിതാവായ ഇശ്ശായിയോട് പറഞ്ഞു, ഇവരെ ഒന്നും തെരഞ്ഞെടുത്തിട്ടില്ല ദൈവം. കാരണം മനുഷ്യരാകട്ടെ അവരവരുടെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ ശരീരത്തെ നോക്കുന്നു, പക്ഷെ ദൈവമാകട്ടെ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പഠിച്ച വലിയൊരു പാഠമാണ്: മനുഷ്യർ നോക്കുന്നത് പോലെ അല്ല ദൈവം നോക്കും. നമ്മുടെയൊക്കെ വലിയ പ്രയാസം എന്താണ്? മനുഷ്യർ നമ്മളെ പുകഴ്ത്തുകയും ഉയർത്തി പറയുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. മനുഷ്യർ പുകഴ്ത്തുമ്പോൾ ഉയർന്നു നിൽക്കുകയും മനുഷ്യരേതെങ്കിലും തരത്തിൽ നമ്മെപ്പറ്റി ഏതെങ്കിലും പ്രയാസകരമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ വിഷാദവും അതിനോടൊപ്പം തന്നെ വലിയ വിഷമവും ഒക്കെ പിടിച്ച് ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ദൈവം നമ്മളെ എന്ത് പറയുന്നു, ദൈവം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ പറയുവാൻ സാധിക്കുമായിരിക്കും, പക്ഷേ ദൈവം നമ്മെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ദൈവം വിലയിരുത്തുമ്പോൾ ഉയർന്നു നിൽക്കുവാൻ തക്കോണം ആർക്കൊക്കെ സാധിക്കുന്നുണ്ടോ അവരെല്ലാമാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. മനുഷ്യർ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉയർന്നോ താഴ്ന്നോ ഒക്കെ നിലകൊള്ളുമായിരിക്കും. അതിൽ കാര്യമാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദാവീദ് രാജാവ് ഇവിടെ പറയുകയാണ്: ദൈവമേ, നീ ഹൃദയത്തെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും. അതുമാത്രമല്ല,
അവർ നന്മ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നതിൽ നിന്റെ ഉള്ളം പ്രസാദിക്കുകയും ചെയ്യുന്നുവല്ലോ. അതായത് ദാവീദ് തൻ്റെ മകനായ ശലോമോനിൽ നിന്ന് രണ്ടാമതായി ആഗ്രഹിച്ചു വേറെ ഒന്നുമല്ല, ദൈവമേ അവനിവിടെ നന്മ പ്രവൃത്തി ചെയ്ത് ഹൃദയപൂർവ്വം ജീവിക്കണം. അതാണ് ദാവീദിൻ്റെ രണ്ടാമത്തെ സ്വപ്നം, മകനെ പറ്റിയുള്ള രണ്ടാമത്തെ സ്വപ്നം. ഒന്നാമത്തെ സ്വപ്നം, ദൈവമേ അവനവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നിസ്സാരതകളെ തിരിച്ചറിയണം. രണ്ടാമത്തെ സ്വപ്നം, ദൈവമേ അവൻ നന്മ പ്രവർത്തികൾ ചെയ്ത് ഹൃദയപൂർവ്വം ഇവിടെ ജീവിക്കണം. നന്മ പ്രവർത്തികൾ ചെയ്ത് ഹൃദയപൂർവ്വം ജീവിക്കുവാൻ ഇടയാവുക. നിങ്ങൾക്കറിയാമോ, ദൈവം വലിയ വലിയ നിയോഗങ്ങൾ ഭരമേൽപ്പിക്കുന്നത് കഴിവ് നോക്കിയൊന്നുമല്ല. ദൈവം വലിയ വലിയ നിയോഗങ്ങൾ ആരെയും ഭരമേൽപ്പിക്കുന്നത്. ദൈവം വലിയ വലിയ നിയോഗങ്ങൾ നമ്മെ ഭരമേൽപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഹൃദയത്തെ അവൻ പരിശോധിക്കുന്നുണ്ട്. രണ്ട്, അവനോടുള്ള നമ്മുടെ വിശ്വസ്തതയെ അവൻ പരിശോധിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്നത് എന്താണ്? ഒരു കാര്യം മാത്രമാണ്, അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ചുമതലകളിലും, അത് നമ്മുടെ ഭവന ബന്ധത്തിലാവാം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിലിടങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിലാവാം, മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധങ്ങളിലാവാം, ദേവാലയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇടപെടലുകളിലാകാം, അനുദിന ജീവിതത്തിൽ ദൈവം തരുന്ന ആയുഷ്കാലത്തിനിടയ്ക്ക് നമുക്ക് വ്യാപരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന എല്ലാ ഇടങ്ങളിലും എത്രത്തോളം ഹൃദയപൂർവ്വവും വിശ്വസ്തയോടും ഒരു മനുഷ്യൻ ഇടപെടുന്നു എന്നുള്ളത് കണ്ടാണ് ദൈവം വലിയ വലിയ നിയോഗങ്ങളെ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്രായേലിനെ വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത മോശയെക്കുറിച്ച്. മോശയെ ദൈവം തിരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ട് ഇവരുടെ യഹൂദന്മാർക്കിടയിൽ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്, ദൈവം മോശയെ തിരഞ്ഞെടുത്തത് മോശയുടെ കഴിവ് നോക്കിയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നേരെ ചൊവ്വേ ഒരു വാക്ക് പറയുവാൻ തക്കവണ്ണം പോലും നാവ് പൊങ്ങാത്തൊരു മനുഷ്യനായിരുന്നു മോശ. പക്ഷെ ദൈവം എങ്ങനെയാണ് മോശയെ തിരഞ്ഞെടുത്തത്? മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ മരുഭൂമിയിൽ കൂടെ നടക്കുന്നതാകുന്ന സമയത്ത് ഒരാടിനെ കാണാതെ പോയി. ഈ മോശയാകട്ടെ പകലന്തിയോളം ആ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് നടക്കുകയാണ്. യഹൂദന്മാർക്കിടയിലുള്ള ഒരു സാങ്കല്പിക കഥയാണ്. രാവിലെ മുതൽ ഈ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച മരുഭൂമിയുടെ വിജനതയിൽ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. ഏറെ രാത്രിയാകുമ്പോഴാണ് ഒരു ജലധാരയുടെ അരികിൽ ഈ ആട് ഇങ്ങനെ അല്പം വെള്ളം കുടിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണുന്നത്. സാധാരണ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും കോപം വർദ്ധിച്ചു വരും. മോശയെ സംബന്ധിച്ച് കോപം അധികമായി വരേണ്ടതാണ്. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ മോശ വളരെ കോപിഷ്ഠനായ ഒരു മനുഷ്യനാണ്. ഒരാളെ അടിച്ചു കൊന്നിട്ടുള്ള ആളാണ്. കോപം കൊണ്ട് അന്ധനായി ഒരാളെ അടിച്ചു കൊന്നിട്ടുള്ള ആളാണ് മോശ. നമ്മുടെ നോമ്പ് നമസ്കാരത്തിലെ പ്രാർത്ഥനയിലെല്ലാം അതുകൊണ്ടാണ് ഏറ്റവും അവസാനം പറയുന്നത് സൗമ്യൻ മോശ എന്ന് പറയുന്നുണ്ട്. മോശ യഥാർത്ഥത്തിൽ കോപിഷ്ഠനായ മനുഷ്യനായിരുന്നു. അവൻ നോമ്പ് നോക്കുകയും ജാഗരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ഇടപെടുകയും ഒക്കെ ചെയ്യുക വഴിയായി അവൻ പിന്നീട് സൗമ്യനായി പരിണമിച്ചു. അപ്പം നമ്മൾ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനയോഗത്തിൽ സംബന്ധിക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ പരിവർത്തനത്തിന് വേണ്ടിയാണ്. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വന്ന് കുരിശു വരച്ച് നാം തിരികെ പോകുമ്പോൾ ഒരു രൂപാന്തരവും അതിനോടൊപ്പം തന്നെ പരിണാമവും നമുക്കുണ്ടായില്ലെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകുന്നു എന്നേ അതിന് അർത്ഥമുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിന് പ്രാർത്ഥനകൾ വഴിയായി, പുണ്യസ്ഥലങ്ങളിലെ സന്ദർശനങ്ങൾ വഴിയായി ഗുണപരമായ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് അതെപ്പോഴും നമ്മൾ തന്നെ പരിശോധിച്ച് അറിയേണ്ടതാണ്. മോശ സത്യത്തിൽ കോപം കൊണ്ട് അന്ധനായി പോയി ഒറ്റയടിക്ക് ഈ ആടിനെ കൊന്നുകളയുകയാണ് വേണ്ടത്. പക്ഷേ മോശ അതല്ല ചെയ്യുന്നത്. മോശ ഈ ആടിനെ കണ്ട മാത്രയിൽ വളരെ വേഗം ഓടിച്ചെന്ന് ഈ ആടിനെ എടുത്ത് മടിയിൽ വെച്ച് ആടിനോട് പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും വഴക്കു പറയുന്നില്ല. കാരണം നിനക്ക് ദാഹിച്ചതുകൊണ്ടാണ് നീ ഈ ജലധാര തേടി പോയത്. നിന്റെ ദാഹം ഒരിടയനെന്ന നിലയിൽ ഞാനായിരുന്നു ആദ്യം അറിയേണ്ടിയിരുന്നത്. ഇടയൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോയാൽ മാത്രം പോരാ, ആടിനുള്ള എല്ലാ സങ്കടങ്ങളും അറിയുവാൻ തക്കോണം സാധിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് ദാഹിച്ചു എന്ന് ഞാൻ ആദ്യം തിരിച്ചറിയണമായിരുന്നു. അതുകൊണ്ടാണ് നീ ഈ ജലധാര തേടി ഇത്ര ദൂരേക്ക് പോകേണ്ടി വന്നു. നിന്റെ ദാഹം ഞാൻ തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മാറോട് ചേർത്ത് വെച്ച്. ഇത് സ്വർഗത്തിലെ ദൈവം കണ്ടു. നിസ്സാരനായ ഒരാടിനോട് പോലും ഇത്ര ഹൃദയപൂർവ്വം ഇടപെടുവാൻ തക്കവണ്ണം ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ ഈ മനുഷ്യനെ ദൈവജനത്തെ ഭരമേൽപ്പിച്ചാൽ
ആ ദൈവജനത്തെ പകലും രാത്രിയും പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഹൃദയാർദ്രത അവനുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടാണ് ആ ജനതയെ വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം വിക്കനായ, സാധാരണക്കാരനായ, ബലഹീനനായ ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോക ജീവിതത്തിൽ ദൈവം തരുന്ന ആയുഷ്കാലം എത്രയെന്നൊരു നിശ്ചയവും ഇല്ലാത്തവരാണ്. ജീവിക്കുന്ന നാളത്രയും ഹൃദയപൂർവ്വം ജീവിക്കുവാൻ ഇടയാവുക എന്നതാണ് പ്രധാനം. ഹൃദയപൂർവ്വം ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുക. സത്യത്തിൽ ഹൃദയപൂർവ്വം ജീവിക്കുന്ന മനുഷ്യരൊന്നും വലിയ വലിയ കണക്കുകൾ സൂക്ഷിക്കുന്നവരൊന്നും അല്ല. നമ്മുടെയൊക്കെ വീടുകളിലെ ചെറിയ വഴക്കുകൾ പോലും വലിയ കണക്ക് പറച്ചിലുകളിലാണ് അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെപ്പോഴും സംഭവിക്കുന്ന കാര്യമാണല്ലോ. ഏതെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാം അവർ വിദേശത്തും സ്വദേശത്തുമായി ഭവനത്തിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ കണക്കുകൾ എണ്ണി എണ്ണി പറയും. നമ്മുടെ അമ്മമാരാകട്ടെ അവർ വീടിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ കണക്കുകൾ പറയും. കുറേ കൂടെ കടത്തി നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും. അവരെ 9 മാസം ഉദരത്തിൽ വഹിച്ചതിൻ്റെ കണക്കുകളും പറയും. എപ്പോഴും ചിന്തിക്കണം, കണക്കുകൾ പീഡകങ്ങളിൽ അങ്ങനെ സൂക്ഷിക്കുന്നത് അത്ര യുക്തമുള്ള കാര്യമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് ഭവനം നിർമ്മിക്കുന്നത്. അത് പുരുഷനോ സ്ത്രീയോ മക്കളോ അവർ മാത്രമല്ല ഭവനം നമ്മൾ ഒരുമിച്ചാണ് ഒരു ഭവനം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് പരാതികളെക്കാളും കണക്കുകളെക്കാളും ഒക്കെ ഉപരിയായി ഹൃദയപൂർവ്വം ജീവിക്കുക എന്നൊരു ധർമ്മമാണ് നമ്മുടെ വീടകങ്ങളിൽ കൂടുതലായി ഉണ്ടായി വരേണ്ടത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ വീടകങ്ങളിലെല്ലാം ഈ പറയുന്നത് പോലെ കണക്കുകൾ മാത്രമാണ്. നമ്മുടെ കർത്താവ് അങ്ങനെ കണക്കുകൾ സൂക്ഷിച്ചിരുന്ന മനുഷ്യനായിരുന്നുവെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതകാലത്തും അതിനുശേഷവും ആർക്കാണ് സാധിക്കുന്നത്? സത്യത്തിൽ യേശുക്രിസ്തുവിനെ പോലെ കണക്കുകൾ സൂക്ഷിക്കുന്ന വേറൊരു മനുഷ്യൻ ഉണ്ടാകേണ്ടാത്തതാണ്. കാരണം യേശുക്രിസ്തു കുഞ്ഞിലേ മുതലേ കണക്ക് കേട്ട് പഠിച്ചു എന്നുള്ളതാണ് നമുക്ക് തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ പറയാൻ തക്കവണ്ണം സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം എത്ര കൃത്യമായ കണക്കുകളായിരിക്കാം അവരൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവും കണക്കുകൾ പ്രകാരം ജീവിക്കേണ്ട ആളാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തു ജീവിതത്തിൽ അങ്ങനെ വലിയ കണക്കുകൾ സൂക്ഷിച്ചല്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കണക്കുകൾ പറയുവാൻ തക്കവണ്ണം പോകുമ്പോൾ ഓർത്തുകൊള്ളണം, അത് സ്നേഹത്തെക്കാൾ ഉപരിയായി നമ്മളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെ തണുപ്പിച്ച് കളയുന്ന അനുഭവമാണ്. അതുകൊണ്ട് വലിയ വലിയ കണക്കുകൾ സൂക്ഷിക്കുവാനിടയാകാതെ ഹൃദയപൂർവ്വം ജീവിക്കുവാൻ തക്കവണ്ണം ആവുക എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമുക്ക് നിർവഹിക്കുവാൻ തക്കവണ്ണം ഉള്ളത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്, നിങ്ങളെ ഞാൻ സ്നേഹിച്ചു. ഈ സ്നേഹിച്ചു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ചില മനുഷ്യരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമെല്ലാം ഹൃദയത്തിലുണ്ട്, അത് കാണിക്കാൻ എനിക്ക് അറിയത്തില്ല. ചിലർ പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലെ മിക്കവാറും അപ്പന്മാരാണ് അങ്ങനെ പറയാറുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമെല്ലാം ഹൃദയത്തിലുണ്ട്, അത് കാണിക്കുവാൻ പ്രകടിപ്പിക്കുവാൻ എനിക്ക് അറിയുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു കാലം മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ ഇടയാകണം എന്നുള്ളതാണ്. അത് അപ്പൻ അല്ലെങ്കിൽ അമ്മ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവർക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ, അവർ എവിടെയെങ്കിലും പോകാൻ പോകുമ്പോൾ സ്നേഹപൂർവ്വം അവർക്കൊരു ഉപദേശം കൊടുക്കുമ്പോൾ ഒക്കെ ഈ സ്നേഹം അറിയാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. സത്യത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലാതെ പോകുന്നത്, കുഞ്ഞുങ്ങളൊക്കെ അല്പം വളർന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ചൊരു ഉമ്മ കൊടുക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ പാതകമാണ് എന്നുള്ളതാണ് വീട്ടിലെ അപ്പന്മാരും അമ്മമാരും ഒക്കെ വിചാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വലിയ മതിൽ തീർക്കുവാൻ തക്കവണ്ണമായാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വേറെ എങ്ങോട്ടും പോവുകയില്ല. നമ്മുടെ സ്നേഹത്തിൻ്റെ വലയത്തിനുള്ളിൽ തന്നെ നിൽക്കും, യാതൊരു സംശയവും വേണ്ട. പ്രകടിപ്പിക്കാത്ത സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ കൂട്ടിവെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സ്നേഹം വല്ലാതെ പ്രകടിപ്പിക്കുവാൻ തക്കോണം നമ്മുടെ ഭവന പരിസരങ്ങൾക്കുള്ളിലെങ്കിലും ആയില്ല എങ്കിൽ തീർച്ചയായും കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കതൊക്കെ ഓർത്ത് വ്യസനിക്കേണ്ടതായും വേദനിക്കേണ്ടതായും വരും. നിങ്ങളൊക്കെ ഭവനത്തിൽ പോയി ചെയ്തു നോക്കാവുന്നൊരു കാര്യം പറയുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഈ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വെറുതെ അവരോട് ചോദിക്കണം, ഇന്ന് സ്കൂളിൽ എന്തുണ്ടായിരുന്നു വിശേഷമെന്ന് ചോദിക്കണം. ഇത് ചോദിക്കാനുള്ള സമയം മിക്കവാറും അമ്മമാർക്കും അപ്പന്മാർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഈ കാലത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിൽ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. വെറുതെ ചോദിക്കണം, ഇന്ന് എന്തുണ്ടായിരുന്നു സ്കൂളിൽ വിശേഷമെന്ന്. അവരിങ്ങനെ മഴ പെയ്യുന്നത് പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഓർത്തണം, നമ്മുടെ എല്ലാ ദിവസത്തെയും സന്ധ്യകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്.
നമ്മുടെ ദിവസത്തെ സന്ധ്യകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിത സന്ധ്യകളിൽ നമ്മളെന്നും ഇതുപോലൊന്നും ഇരിക്കത്തില്ലല്ലോ. നമ്മൾ പ്രായമാകും. അപ്പോൾ ആ പ്രായമാകുന്ന ആ ജീവിത സന്ധ്യകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ അരികിൽ ഉണ്ടാവുകയില്ല. എല്ലാ ദിവസത്തെയും സന്ധ്യകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിത സന്ധ്യകളിൽ ഒരു കുഞ്ഞു പോലും നമ്മെ കേൾക്കുവാനും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ളതാണ്. വീടൊരാളെ ദുഃഖിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറൊരു മനുഷ്യനും ഒരാളെ ദുഃഖിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? വേറെ ആർക്കും സന്തോഷിപ്പിക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഹൃദയപൂർവ്വം ജീവിക്കാനിടയാവുക എന്നത് പ്രധാനമാണ്. അപ്പോൾ ദൈവം ചേർത്ത് തന്നിരിക്കുന്ന ജീവിത പങ്കാളി, ദാനം തന്നിട്ടുള്ള മക്കൾ, അതിലൊക്കെ ആനന്ദം കണ്ടെത്തുവാൻ, സന്തോഷിക്കുവാൻ ഇടയാവുക എന്നതാണ് പ്രധാനം. അപ്പോൾ ദാവീദ് തൻ്റെ മകനിൽ നിന്ന് രണ്ടാമതായി ആഗ്രഹിച്ചത് വേറെ ഒന്നുമല്ല, ദൈവമേ അവനിവിടെ ഹൃദയപൂർവ്വം ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്നുള്ളതാണ്. മൂന്നാമതായി ദാവീദ് തൻ്റെ മകനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അത് 19-ാമത്തെ വാക്യത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്ര ഹൃദയം നീ നൽകണമേ. അപ്പൊ ദാവീദിന്റെ പ്രാർത്ഥന എന്താണ്? ദാവീദ് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ മകനായ ശലോമോന് നീ ഒരു ഏകാഗ്ര ഹൃദയം കൊടുക്കണമേ. മലയാള പരിഭാഷയിൽ ഏകാഗ്ര ഹൃദയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. കുറെ കൂടെ ഭംഗിയാണ് ഇതിൻ്റെ മൂലഭാഷയിലെ വിവർത്തനം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ ശലോമോന് എല്ലാം കേൾക്കുന്ന ഒരു ഹൃദയം നീ കൊടുക്കണമേ. എല്ലാം കേൾക്കുന്ന ഹൃദയം കൊടുക്കണമേ. അപ്പോൾ മൂന്നാമതായി ദാവീദിന്റെ ആഗ്രഹം എന്താണ്? തൻ്റെ മകനായ ശലോമോൻ പരിസരങ്ങളെ കേൾക്കുന്നവനാകണം. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചു ജീവിതത്തിൻ്റെ ബലഹീനതകളെ അവൻ തിരിച്ചറിയണം. രണ്ടാമതായി ചിന്തിച്ചു ദൈവമേ അവൻ ഹൃദയപൂർവ്വം ഇവിടെ നന്മ ചെയ്ത് ജീവിക്കാൻ ഇടയാകണം. മൂന്നാമതായി ഉള്ള ആഗ്രഹം എന്താണ്? എൻ്റെ മകനായ ശലോമോനെ ഏൽപ്പിക്കുന്ന ദൈവജനവും അവര് പരിസരങ്ങളെ കേൾക്കുന്നവരാകണം. പരിസരങ്ങളെ കേൾക്കുവാൻ, കാണുവാൻ അവർക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ അത്യാവശ്യമായി നമുക്ക് വേണ്ടതാണ് എല്ലാവരെയും സാവകാശം കേൾക്കുവാനും എല്ലതും ശാന്തമായി കാണുവാനും തക്കവണ്ണം ഇടയാവുക എന്നുള്ളത്. കേൾക്കുവാനും കാണുവാനും ഇടയാവുക. യേശുക്രിസ്തു ഈ ലോകത്തെ നേടിയത് എങ്ങനെയാണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തൊന്നുമല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്നത് വളരെ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കാണുവാൻ വന്നവരെ യേശുക്രിസ്തു പ്രോത്സാഹിപ്പിച്ചുമില്ല. അതുകൊണ്ടാണ് ചിലയിടത്ത് യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടും അത്ഭുതം കണ്ടതുകൊണ്ടും ഒക്കെ എൻ്റെ പിന്നാലെ വരുന്നു എന്നൊക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്. ചിലരൊക്കെ അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയുന്നവരോട് യേശുക്രിസ്തു പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അവർ ഓർമ്മിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്തുവേ, ഞങ്ങൾ നിൻ്റെ കൂടെ നടന്നിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഞങ്ങളുടെ തെരുവീതികളിൽ നീ പ്രസംഗിച്ചിട്ടില്ലേ? എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ ഇങ്ങനെ മനസ്സുണർത്തി യേശുക്രിസ്തുവിനെ ഓർമ്മപ്പെടുത്താൻ ഒത്തിരി കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു അപ്പോൾ യേശു പറയും, ഞാൻ നിങ്ങളെ ഓർക്കുന്നു എന്ന് പറയും. പക്ഷെ അവിടെയും തെറ്റി. യേശുക്രിസ്തു കുറെ കൂടെ കഠിനമായിട്ടാണ് പിന്നീട് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അരികിൽ നിന്ന് ദൂരെ പോകുകയും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു മാത്രമൊന്നും അല്ല ആളുകൾ യേശുവിനോടൊപ്പം നടന്നത്. രണ്ട് കാര്യങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അത് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, യേശുക്രിസ്തു സാവധാനം അവരെ എല്ലാം കേട്ടു. അതിന് ഉദാഹരണം, സന്ധ്യയാകുമ്പോൾ എല്ലാ മനുഷ്യരും ഒന്നുകിൽ ഈ പറഞ്ഞ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, അല്ലെങ്കിൽ കടൽക്കരയിൽ, അല്ലെങ്കിൽ ജനങ്ങൾ മിനക്കെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ ഒക്കെ യേശുക്രിസ്തു ഉണ്ടാകും. അപ്പോൾ ഈ പകലന്തിയോളം ഗോതമ്പ് പാടങ്ങളിൽ, മുന്തിരിത്തോട്ടങ്ങളിൽ ഒക്കെ നട്ടെല്ലു പൊട്ടി പണിയെടുത്തു വരുന്ന സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ വലിയ ആഗ്രഹം എന്താണ്? ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരാൾ ഉണ്ടാവണം. അത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ ലോകത്തിലുള്ള ബാക്കിയുള്ള മനുഷ്യരൊന്നും അവരെ കേൾക്കുവാനുണ്ടായില്ല.
പക്ഷേ യേശു ക്രിസ്തു അവരെ കാത്ത് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിന്നിരുന്നു. അവരെല്ലാം വന്ന് ഒത്തിരി സങ്കടങ്ങൾ അവൻ്റെ മുമ്പിൽ പറഞ്ഞു. അവൻ ആരെയും ഇങ്ങനെ നിരാശരാക്കി വിട്ടില്ല. അവരുടെ സങ്കടങ്ങളെല്ലാം കേട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ലോക ജീവിതത്തിൽ ഒത്തിരി മനുഷ്യർ, അത് നമ്മുടെ വീടിനുള്ളിലുള്ളവരാകാം, നമ്മുടെ അയൽപ്പക്ക ഭവനങ്ങളിൽ നിന്നുള്ളവരാകാം, നമുക്ക് പരിചയക്കാരായിട്ടുള്ളവരാകാം, നമ്മൾ പൊതുവായി കൂടി വരുന്ന സ്ഥലങ്ങളിൽ കാണുന്ന മനുഷ്യരാകാം. ഒത്തിരി പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ നിമിത്തം ഇങ്ങനെ അവർ സംസാരിക്കാൻ തക്കവണ്ണം വരുമ്പോൾ ശാന്തമായി അവരെ കേൾക്കുവാനിടയാവുക എന്നത് ഒരു ദൈവികമായി ഉള്ള ഒരു ഗുണമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് എന്താണ്? മനുഷ്യരെ ഒഴിവാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അത് വേറെ ഒന്നുമല്ല. നമ്മൾ ആരെങ്കിലും വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ തക്കവണ്ണം വരുമ്പോൾ നിങ്ങൾ വെറുതെ മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് തോണ്ടിക്കൊണ്ട് നിന്നാൽ മതി. വളരെ പെട്ടെന്ന് അവരങ്ങ് പൊയ്ക്കോളും. ആരെങ്കിലും ഒത്തിരി കാര്യം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് വെറുതെ ഇങ്ങനെ വരച്ചുകൊണ്ട് നിന്നാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരെ കേൾക്കാനുള്ള സാവകാശവും ശ്രദ്ധയും നമുക്കില്ല എന്ന് വെച്ച് അവരിങ്ങനെ അങ്ങ് തിരികെ പൊക്കോളും. അറിയാം, പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ കടന്നു വരികയാണ്. പരിമല അഴിപ്പുരയിൽ പരിശുദ്ധ പരിമല തിരുമേനി ശമാശന്മാരെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് താമസിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് ആ തിരുമേനിയുടെ കാലത്ത് ജീവിച്ചിരുന്നവർ പറഞ്ഞിട്ടുള്ളതും പിന്നീടുള്ള പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതുമായി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. തിരുമേനിയെ കാണാൻ തക്കവണ്ണം തിരുമേനിയെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ച ഒരു ഗുരു ഓണക്കാവിൽ അയ്യ, അദ്ദേഹം തിരുമേനിയെ കാണാൻ തക്കവണ്ണം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഗുരു വരുന്നു എന്ന് അറിയുന്ന സമയം മുതൽ തിരുമേനി ഇങ്ങനെ അഴിപ്പുരയിൽ എഴുന്നേറ്റിരുന്ന് ഉലാത്തുവാൻ തക്കോണം തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തക്കോണം തുടങ്ങും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗുരു വരുമ്പോൾ ഞാനിങ്ങനെ കസേരയിൽ ഇരിക്കുന്ന കാണുകയാണെങ്കിൽ അത് ഗുരുനിന്ദയാണ്. ഇപ്പോഴത്തെ പിള്ളേർ നമ്മുടെ ഗുരുക്കന്മാരിരുന്ന കസേര കത്തിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. എന്നാൽ ഗുരു വരുമ്പോൾ ഞാൻ കസേരയിൽ ഇരിക്കുകയാണ് എന്ന് കണ്ടാൽ അത് ഗുരുനിന്ദയായി എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ച് ഗുരു വരുന്നു എന്ന അറിയിപ്പ് കിട്ടുമ്പോൾ മുതലേ ഇങ്ങനെ അഴിപ്പുരയിൽ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഉലാത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്ന് നിന്ന് കുറേ ദീർഘനേരം ഇങ്ങനെ വിവിധ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും. തിരുമേനി വളരെ ശാന്തമായി അതെല്ലാം കേൾക്കും. അത് തിരുമേനി മാത്രമല്ല, നമ്മുടെ പാമ്പാടി തിരുമേനിയെ പറ്റി പറയുമ്പോഴും മനുഷ്യരുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ശാന്തമായി കേട്ടു. പരിശുദ്ധ ഗീവർഗീസ് തിരുമേനിയെ പറ്റി പറയുമ്പോഴും അവരെല്ലാം മനുഷ്യരുടെ സങ്കടങ്ങൾ അവർ വന്നു പറയുന്നതെല്ലാം തിരികെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ശാന്തമായി കേട്ടു. ഈ കേൾക്കുവാനാവുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കേൾക്കുവാനാവുക, ചില മനുഷ്യരുടെ സങ്കടങ്ങളൊക്കെ അവർ പറയുമ്പോൾ ശാന്തമായിരുന്ന് കേൾക്കുവാനാവുക, അത് ദൈവികമായ ഒരു കഴിവാണ്. നമുക്കതിനുള്ള ക്ഷമയില്ലാതെ പോകുന്നതാണ് ഈ കാലത്ത്. നമുക്കതിനുള്ള ക്ഷമയില്ല. ഒരു മനുഷ്യൻ അവൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് ശാന്തമായി കേട്ടിരിക്കാനുള്ള ക്ഷമ നമുക്ക് ഉണ്ടാകുന്നില്ല. കേൾക്കുവാനാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു അവരെ എല്ലാം കേട്ടു. രണ്ടാമതായി യേശുക്രിസ്തു എന്ത് ചെയ്തു? അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ തൻ്റെ വായിൽ നിന്ന് വന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ ഭംഗിയായി എഴുതുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകളിൽ അവർ അതിശയിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ വായിൽ നിന്ന് വന്ന അധരം പൊഴിച്ചത് അത്രയും ആളുകൾക്ക് ആശ്വാസം നൽകുന്ന വചനങ്ങളായിരുന്നു. ആളുകൾക്ക് ആശ്വാസം നൽകുന്ന വചനങ്ങളായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അരികിൽ വരുന്ന മനുഷ്യർക്ക് സാമ്പത്തികമായ വലിയ സഹായങ്ങളൊന്നും ചെയ്യുവാൻ ഒരുപക്ഷെ നമുക്ക് പാങ്ങുണ്ടായി എന്ന് വരികയില്ല. എന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവരുടെ സങ്കടങ്ങളെ കേൾക്കുവാനും അവരുടെ ഭാരങ്ങളിൽ ആശ്വാസമായി 1-2 വാക്കുകളെങ്കിലും പറയുവാനും നമുക്കാകുന്നുവെങ്കിൽ തീർച്ചയായും സ്വർഗം അത് കാണുക തന്നെ ചെയ്യും. ദാവീദ് തൻ്റെ മകനിൽ നിന്ന് ആഗ്രഹിച്ചതും ഇതാണ്. ദൈവമേ, അവൻ പരിസരങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമോ, പരിസരങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത മനുഷ്യർക്കാണ് യേശുക്രിസ്തു സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തത്. പരിസരങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത മനുഷ്യർക്ക് ചില ഉദാഹരണങ്ങൾ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കറിയാം, യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട്, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. അവിടെ പറയുന്നുണ്ട്, ധനവാൻ പാതാളത്തിൽ അതിവേദനപ്പെട്ടു. ആ പാതാളത്തിൽ അതിവേദനപ്പെട്ടതിൻ്റെ കാര്യം എന്താണ്? അവൻ്റെ പരിസരങ്ങളെ കാണാനും കേൾക്കാനും അവന് പറ്റിയില്ല. അവൻ്റെ പടിവാതിൽ ഒരു മനുഷ്യൻ വേദനയിൽ കഴിയുന്നുണ്ടായിരുന്നു. അവനെ കണ്ടില്ല, അവനെ കേട്ടുമില്ല, അവൻ്റെ നിലവിളി കേട്ടുമില്ല, അവനെ കാണുവാൻ അവൻ്റെ ദൃഷ്ടി വായിച്ചുമില്ല. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ അതിവേദനപ്പെട്ടു പോകുന്നത്. നല്ല ശമറിയാക്കാരൻ്റെ ഉപമയിൽ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ല ശമറിയാക്കാരൻ എന്ന് പേര് കിട്ടിയത്? അത് അദ്ദേഹത്തിന് മാത്രം കിട്ടേണ്ടതല്ല, അതുവഴി കടന്നുപോയ ഒത്തിരി മനുഷ്യർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും, അത് പുരോഹിതനാകട്ടെ, ലേവ്യനാകട്ടെ, അതുവഴി കടന്നുപോയ സാധാരണ മനുഷ്യരാകട്ടെ, അവരാരും ഈ മനുഷ്യനെ കാണുവാനോ അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കാണുവാനോ അവൻ്റെ സങ്കടം കേൾക്കുവാനോ അവർക്കാർക്കും സമയമുണ്ടായില്ല.
യേശുക്രിസ്തു വലത്തുഭാഗം കിട്ടിയ സ്വർഗരാജ്യത്തിന് അവകാശികളായ ചില മനുഷ്യരോട് പറയുന്ന കാര്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അവിടെയും പറയുന്നതാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ധരിപ്പിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉടനെ വലതുഭാഗത്തുള്ളവർ യേശുവിനോട് പറഞ്ഞ എന്താ? ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണെന്നാണോ പറഞ്ഞത്? അല്ല, അവർ പറഞ്ഞത്, എപ്പോഴാ കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ടിട്ട് ഞങ്ങൾ നിനക്ക് ഭക്ഷണം തന്നത്? എപ്പോഴാ കർത്താവേ നിന്നെ ദാഹിക്കുന്നവനായി കണ്ടിട്ട് ഞങ്ങൾ നിനക്ക് കുടിക്കാൻ തന്നത്? എപ്പോഴാ കർത്താവേ നീ നഗ്നനാണെന്ന് കണ്ടിട്ട് ഞങ്ങൾ നിന്നെ ധരിപ്പിച്ചത്? എപ്പോഴാണ് നിന്നെ രോഗിയായി ഞങ്ങൾ കണ്ടത്? ഉടനെ ക്രിസ്തു അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. അപ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മുടെ പരിസരങ്ങളെ കാണുമ്പോൾ, നമ്മുടെ പരിസരങ്ങളിലെ നിലവിളി ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആ മനുഷ്യരെ അല്ല, അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിൽ അവരുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഉടയവനായ തമ്പുരാനെയാണ് ശുശ്രൂഷിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്നുള്ള ബോധ്യവും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവിൻ്റെ മൂന്നാമത്തെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ മകൻ ഇതാ അവൻ്റെ പരിസരങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ഇടയാകണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അവരെ അക്നോളജ് ചെയ്യാനായിട്ട് സാധിക്കണം. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതൊക്കെ അംഗീകരിക്കണം. കാരണം ഈ ലോക ജീവിതത്തിൽ നിന്ന് വളരെ വേഗം മനുഷ്യർ കൊഴിഞ്ഞു പോവുകയും ഇല്ലാതെയാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ തിരിച്ച് നമുക്ക് അവരെ ഒന്ന് അംഗീകരിക്കാൻ തക്കവണ്ണമുള്ള സാവകാശം ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരികയില്ല. അതുകൊണ്ട് നമുക്ക് നല്ലത് കാണുവാനും നല്ലത് കാണുന്നതിനെയൊക്കെ അംഗീകരിക്കുവാനും പരിസരങ്ങളെ കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായി തീരട്ടെ. ഏറ്റവും അവസാനമായി, നാലാമതായി, ദാവീദ് രാജാവ് തൻ്റെ മകനായ ശലോമോനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 28-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിലാണ്. 28-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. മോന് കൊടുക്കുന്ന ഉപദേശമാണ്. മോനോട് പറയാണ്, മോനെ നീ 3 കാര്യങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും പാലിച്ചിരിക്കണം. ആ 3 കാര്യങ്ങളെ പറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവിടെ പറയുന്നുണ്ട്. നീ സ്ഥിരതയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും ദൈവത്തെ അന്വേഷിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ദാവീദ് തൻ്റെ മകനിൽ നിന്ന് ആഗ്രഹിച്ചാണ്, നീ സ്ഥിരതയോടെ ദൈവത്തെ അന്വേഷിക്കണം, വിശ്വാസത്തോടെ ദൈവത്തെ അന്വേഷിക്കണം, വിശ്വസ്തയോടെ ദൈവത്തെ അന്വേഷിക്കണം. ഇത് 3ഉം ആത്മീയ ജീവിതത്തിൽ പ്രധാനമാണ്. സ്ഥിരത വേണം. നമ്മുടെയൊക്കെ കുഴപ്പം എന്താണ്? നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് സ്ഥിരതയില്ലാത്തതാണ്. നമ്മൾ നോമ്പ് കാലത്ത്, അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും പെരുന്നാളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പെരുന്നാൾ കാലത്ത് ഒക്കെ ദൈവവിശ്വാസവും ആരാധനാലയങ്ങളോടുള്ള താല്പര്യവും ഒക്കെ വളരെ കൂടുതലാണ്. ഒരാഴ്ച കൃത്യമായി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചാൽ തൊട്ടടുത്ത ഒരാഴ്ച നമുക്ക് വീട്ടിൽ പ്രാർത്ഥന ഇല്ല. നമ്മൾ ഒരാഴ്ച നന്മയിലൊക്കെ ജീവിക്കാൻ തക്കോണം ആഗ്രഹിച്ചാൽ തൊട്ടടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും അതുകൂടെ കൊണ്ട് കളയുന്ന രീതിയിലായിരിക്കും തൊട്ടടുത്ത ആഴ്ചയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും. ജീവിതത്തിൽ സ്ഥിരത വേണം. സ്ഥിരതയില്ലാത്തവന് ജീവിതത്തിൽ ഒരിക്കലും, അത് ഏത് സാഹചര്യങ്ങളാണെങ്കിലും, വിജയിക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. സ്ഥിരതയോടെ ദൈവത്തെ അന്വേഷിക്കണം. സ്ഥിരതയോടെ ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്നാമതായി വേണ്ടത് മനസ്സുകൊണ്ടുള്ള ഒരു താല്പര്യം വേണം. മനസ്സുകൊണ്ടൊരു താല്പര്യം വേണം. രണ്ടാമതായി ഹൃദയം കൊണ്ടൊരു അടുപ്പവും വേണം. ഇത് 2ഉം പ്രധാനമാണ് ദൈവത്തെ അന്വേഷിക്കാൻ. മനസ്സുകൊണ്ടൊരു താല്പര്യം വേണം, ഹൃദയം കൊണ്ടൊരു അടുപ്പവും വേണം. നമ്മുടെ മനസ്സുകൊണ്ടുള്ള താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമേ, ചില സമയങ്ങളിൽ മാത്രമേ മനസ്സുകൊണ്ടൊക്കെ ദൈവത്തോട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിനെ കുരിശിച്ചു, കല്ലറയിൽ കൊണ്ടുവച്ചു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വരെ ഓടിപ്പോയി. പക്ഷെ മനസ്സുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ആ കല്ലറയെ വിട്ട് പോകാനായിട്ട് പറ്റിയില്ല. അത് വേറെ ആരുമല്ല, മഗ്ദലക്കാരി മറിയയും കുറച്ച് സ്ത്രീകളുമാണ്.
അവർക്ക് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാം അവർക്ക് ചിന്ത, വീട്ടിൽ ചെന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവരുടെ ചിന്ത മുഴുവൻ ഏതിനെ പറ്റിയാണ്? ഈ കല്ലറയെ പറ്റിയാണ്. യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയെ പറ്റിയാണ്. അവർക്ക് മനസ്സുകൊണ്ടുള്ള താല്പര്യം അവിടെ കിടക്കുകയാണ്. ആ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നവനിലായിരുന്നു അവരുടെ താല്പര്യം മുഴുവനും. ശിഷ്യന്മാർ ജീവൻ സംരക്ഷിക്കാൻ ഓടിപ്പോയി. പക്ഷെ അവർക്ക് ആ കല്ലറയിലുള്ളവനോടുള്ള താല്പര്യം, മനസ്സുകൊണ്ടുള്ള അടുപ്പം ഇല്ലാതെയായി പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം വേണ്ടത് അവർ നിലനിർത്തിയ ആ ഒരു സ്നേഹത്തിൻ്റെ അടുപ്പം ക്രിസ്തുവുമായി നിലനിർത്താൻ ഇടയാവുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഹൃദയം കൊണ്ട് ഒരു വലിയ അടുപ്പവും ഉണ്ടാകണം. നമ്മുടെ കർത്താവിനെ നമുക്ക് നമ്മുടെ ഉറ്റ സ്നേഹിതനായി, ജീവിത പങ്കാളിയായി, നമ്മുടെ മകനായി, മകളായി ഒക്കെ കാണാൻ തക്കോണമുള്ളൊരു അടുപ്പം ഉണ്ടാകണം. നമ്മുടെ ഈ ആരാധനയിൽ രഹസ്യ പ്രാർത്ഥന എന്നും പറഞ്ഞ് എഴുതുന്നുണ്ടല്ലോ. നമുക്ക് ആരോടാണ് രഹസ്യം പറയാൻ പറ്റുന്നത്? ഞാനിവിടെ ഇന്ന് ഇവിടെ എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാലും അത് പരസ്യമായി പോകും. നിങ്ങളെല്ലാം അത് കേൾക്കും. രഹസ്യം പറയാൻ പറ്റുന്നത് നമ്മുടെ അധരത്തിൻ്റെ അരികിൽ ചെവി വരുന്നവൻ്റെ അടുക്കലേ രഹസ്യം പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മുടെ ഈ പ്രാർത്ഥനകൾ കുറേ രഹസ്യ പ്രാർത്ഥന എന്നൊക്കെ എഴുതുമ്പോൾ അതിനൊരു ആന്തരികമായ അർത്ഥമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് രഹസ്യം പറയുവാൻ തക്കവണ്ണമുള്ള അരികത്താരുണ്ട്? നമ്മുടെ കർത്താവ് ഉണ്ട്. നമുക്ക് രഹസ്യം പറയുവാൻ തക്കവണ്ണമുള്ള അരികത്ത് അവനുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് ചെവികളിൽ മന്ത്രിക്കുന്നത് നിങ്ങൾ പുരമുകളിൽ നിന്നുകൊണ്ട് പോഷിക്കുക. ചെവികളിൽ മന്ത്രിക്കുന്നത്. അപ്പം നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുവാൻ തക്ക അരികിൽ ആരുണ്ട്? നമ്മുടെ കർത്താവ് ഉണ്ട്. അത് ഹൃദയം കൊണ്ട് അടുപ്പമുള്ളവർക്കേ അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഏകാന്തതകളിൽ, നിങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു, ദൈവമേ എന്നോടൊന്ന് സംസാരിക്കുക, എനിക്ക് നിന്നെ കാണാൻ തക്കോണൊന്ന് ഇടയാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്നേഹശാഠ്യത്തിൻ്റെ മുമ്പിൽ അവൻ്റെ സംഭാഷണവും അവൻ്റെ രൂപവും ഒക്കെ കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരും. അത് ഈ പറയുന്നത് പോലെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാം വിധിക്കുന്ന മനുഷ്യർക്ക് സാധിക്കുന്നതല്ല. ഹൃദയം കൊണ്ട് അടുപ്പമുള്ളവർക്ക്, മനസ്സുകൊണ്ട് ശ്രദ്ധയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്ഥിരതയോടെ ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. സ്ഥിരതയോടെ ദൈവത്തെ അന്വേഷിക്കണം. ചില കാലത്തേക്ക് മാത്രമുള്ളതല്ല ദൈവാന്വേഷണം. രണ്ടാമതായി വേണ്ടത് എന്താണ്? വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്നുള്ള ചിന്തയൊന്നുമല്ല. തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്ന് പിശാചിന് വരെ അറിയാം. തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്ന് പിശാചിന് വരെ അറിയാം. നമ്മുടെ ഈ വിശ്വാസവും ഭക്തി ജീവിതവും അതെപ്പോഴും ഇങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. വിശ്വാസിയായിരിക്കുക, ഭക്തി ജീവിതമുള്ളവനായിരിക്കുക എന്ന് പറയാം. ഭക്തി ജീവിതമുള്ളവനായിരിക്കുന്നത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഭക്തിയുടെ അടയാളങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത അയൽപ്പക്ക ഭവനങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഭക്തരാണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയും അവരെല്ലാം വലിയ ഭക്തരാണെന്ന് പറയും. കാരണം ഏത് ഞായറാഴ്ച ഉണ്ടെങ്കിലും നമ്മൾ പള്ളിയിൽ പോകും. എവിടെയൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ പോകും. നമ്മൾ വീട്ടിൽ രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശബ്ദം അപ്പുറത്തവർ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്തി ജീവിതം ഉള്ളവരാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഭക്തി ജീവിതമല്ല വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് ദൈവം. എരിവെയിലാണെങ്കിൽ എൻ്റെ ദൈവം തണലായി കൂടെ ഉണ്ടാകും, ഇരുട്ടാണെങ്കിൽ എൻ്റെ ദൈവം പ്രകാശമായി കൂടെ ഉണ്ടാകും. ഈ ബോധ്യം ആർക്കൊക്കെ ജീവിതത്തിലുണ്ടോ അവനാണ് വിശ്വാസി. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭക്തി ജീവിതത്തിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും, അത് കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വന്നാലും, സന്തോഷവും ആഹ്ലാദവും ആമോദവും ഒക്കെ വന്നാലും, ഏത് സാഹചര്യങ്ങളാണെങ്കിലും എൻ്റെ ദൈവം കൂടെ ഉണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ദൈവാന്വേഷണം മുഴുവൻ ഈ പ്രയാസങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തി ജീവിതവും വിശ്വാസ ജീവിതവും രണ്ടാണെന്ന് തിരിച്ചറിയണം. വിശ്വാസ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാസ ജീവിതത്തിന് 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ വിശ്വസിക്കണം, യേശു മനുഷ്യനായി എന്ന് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെപ്പോലൊരു മനുഷ്യനായി, നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനായി. അതുകൊണ്ട് മനുഷ്യർക്ക് ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും വേറെ ആരേക്കാളും തിരിച്ചറിയാൻ ആർക്ക് സാധിക്കും? യേശു ക്രിസ്തുവിന് സാധിക്കും. കാരണം അവൻ നമ്മെപ്പോലൊരു മനുഷ്യനായി, അതുകൊണ്ട് അവന് തിരിച്ചറിയുവാൻ സാധിക്കും. രണ്ടാമതായി ഉള്ളത് യേശു ക്രിസ്തു നമുക്കായി മരിച്ചു. യേശു മരിച്ചു എന്നുള്ളത് തോന്നലല്ല, യേശു ക്രിസ്തു നമുക്കായി മരിച്ചു. മൂന്നാമത് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് യേശു നമ്മെ പ്രതി ഉയർത്തെഴുന്നേറ്റു, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു.
അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലനൊക്കെ, ഈ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയതാണല്ലോ, ഈ ഓടിപ്പോയ ശിഷ്യന്മാരൊക്കെ പിന്നീട് എങ്ങനെയാണ് ഇത്രമേൽ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷം അറിയിക്കാൻ തക്കോണം അവർക്ക് ധൈര്യം ഉണ്ടായത് എങ്ങനെയാണ്? യേശുവിൻ്റെ ഉയർപ്പാണ്. പത്രോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന ക്രിസ്തുവിനെ ഞങ്ങളുടെ ദൈവവും പിതാവുമായവൻ ഉയർപ്പിച്ചു, ആ ഉയർപ്പിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങൾ തൂക്കിക്കൊന്ന ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങളുടെ കൈകൾ കൊണ്ട് തൊട്ടു, ഞങ്ങൾ അവൻ്റെ ഉയർപ്പിന് സാക്ഷികളായി ഈ ലോകത്തിലുണ്ട്. എന്നിട്ട് അവർ ലോകത്തെല്ലാം പോയി, അവർക്ക് സന്തോഷമായത്. രാജാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പരിഭ്രമിച്ചു പോയില്ല. കാരണം എന്താ? അവർക്കറിയാം ഞങ്ങളുടെ ഗുരു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങളുടെ ഗുരു ഉയർത്തെഴുന്നേറ്റു, അങ്ങനെയെങ്കിൽ ഞങ്ങളും ഈ ലോക ജീവിതത്തിൽ മരണം വഴിയായി ഞങ്ങൾ ഇല്ലാതെയായാലും മരണത്തിൽ നിന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ മൃതരുടെ കല്ലറകളിലൊക്കെ പോയി തിരി കത്തിക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് അവരെ ഓർക്കുന്നത്, അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് വീണ്ടും വരും, അതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഞങ്ങളുടെ നാഥനും രക്ഷിതാവുമായ ക്രിസ്തു വീണ്ടും വരും. ഒരു വിശ്വാസി അടിസ്ഥാനപരമായി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസിയായിരിക്കേണ്ടത്. ഈ 4 കാര്യങ്ങളിലുള്ള ഉറച്ച ബോധ്യം ഉണ്ടാകണം. യേശു ഞങ്ങളെ പ്രതി മനുഷ്യനായി, ഞങ്ങളെ പ്രതി മരിച്ചു, ഞങ്ങളെ പ്രതി അവൻ ഉയർത്തെഴുന്നേറ്റു, ഇനി അവൻ വീണ്ടും വരും. ഈ 4 കാര്യങ്ങളിലുള്ള ആഴമായ വിശ്വാസം നിലനിർത്തുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ ബലഹീനത സംഭവിക്കാതെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ ഇടയാവുക. ശലോമോൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവന് സ്ഥിരത കൊടുക്കണം. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ അവന് സ്ഥിരത കൊടുക്കണം. അതിനോട് രണ്ടാമത് കൊടുക്കേണ്ടത് എന്താണ്? വിശ്വാസം അവന് കൊടുക്കണം. മൂന്നാമതായി ഒരു കാര്യം കൂടെ കൊടുക്കണം, വിശ്വസ്തത അവന് കൊടുക്കണം. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ 3 അടിസ്ഥാന തൂണുകളാണിത്. ഒന്ന് ഈ പറഞ്ഞതുപോലെ വിശ്വാസം ഉണ്ടാവുക, സ്ഥിരത ഉണ്ടാവുക, വിശ്വസ്തത ഉണ്ടാവുക. വിശ്വസ്തനായിരിക്കണം, ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തനായിരിക്കണം. നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മെ വീഴ്ത്തിക്കളയുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകാം. എല്ലായിടത്തും പോയി ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനോടും മല്ലിട്ട് ജയിക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. നമ്മളെ വിഴുങ്ങിക്കളയാണ്ടിരിക്കുന്ന ഒത്തിരി പാപ സാഹചര്യങ്ങളുണ്ട്. ഞാൻ അവിടം വരെ ഒന്ന് പോട്ടെ, ഞാൻ അതിനകത്ത് വീണു പോവുകയില്ല, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നമ്മൾ ചെന്ന് കയറി കൊടുത്താൽ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ പാമ്പിനെ പോലെ ആവണമെന്നാണ് പറഞ്ഞത്. ഈ പാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തല വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അത് തല ഉയർത്തിഞ്ഞ് വലിച്ചു പോകും, അല്ലേ? നമ്മൾ ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അത് ശ്രമിക്കുന്നത് എന്താണ്? തലയ്ക്ക് അടി കിട്ടാതിരിക്കാനാണത് നോക്കുന്നത്, തലയ്ക്ക് അടിയേൽക്കാതിരിക്കാനാണ് നോക്കുന്നത്, തല അത് സംരക്ഷിക്കാൻ ശ്രമിക്കും. മനുഷ്യൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ കൊണ്ടുവെക്കുന്നത് തലയാണ്. ഏത് ഏടാകൂടത്തിലാണെങ്കിലും ആദ്യം കൊണ്ടുവന്ന് തല വെച്ചോളാം, പിന്നെ വലിച്ചൂരി നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ വലിയ പാടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മെ വിഴുങ്ങിക്കളയുന്ന ഒത്തിരി പാപ സാഹചര്യങ്ങൾ, അത് കാഴ്ച വഴി, കേൾവി വഴി, അനാവശ്യ സ്പർശനങ്ങൾ വഴി, അനാവശ്യ സ്ഥലങ്ങളോടുള്ള അമിത താല്പര്യം വഴി ഒക്കെ ഒത്തിരി ബലഹീനതകൾ, വീണു പോകുവാൻ തക്കോണുള്ള ഒത്തിരി സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. എല്ലാത്തിനോടും മല്ലിട്ട് ജയിക്കുക എന്നുള്ളതല്ല, നമ്മളെ വിഴുങ്ങിക്കളയുന്ന സാഹചര്യങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടുന്ന് തല ഉയർത്തി ഓടിപ്പോവുക എന്നതാണ് പ്രധാനം. പഴയ നിയമത്തിൽ അങ്ങനെ ഓടിപ്പോയൊരു മനുഷ്യനുണ്ട്, വേറെ ആരുമല്ല, യോസഫാണ്. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടമായി പോകുമെന്ന് കണ്ടപ്പോൾ അവൻ അവിടെ യുദ്ധം ചെയ്ത് ജയിക്കാമെന്നല്ല ശ്രമിച്ചത്. യോസഫ് എന്താ ചെയ്തത്? ഇട്ടിരുന്ന വസ്ത്രം കൂടെ ഊരിക്കളഞ്ഞിട്ട് ഓടിപ്പോയി. ചിലയിടത്തു നിന്നൊക്കെ ഓടിപ്പോകാൻ തക്കവണ്ണം ദൈവം പ്രേരിപ്പിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി ഓടുവാൻ സാധിക്കണം. അല്ലാതെ അതിനോട് മല്ലിട്ട് ജയിക്കാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ള ചിന്തയൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭൂഷണമായിട്ട് ഉള്ളതല്ല. അതുകൊണ്ട് വിശ്വസ്തത മങ്ങിപ്പോകാതെ നിലനിർത്തുവാൻ തക്കവണ്ണം ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ പാപസാഹചര്യങ്ങളിൽ നിന്നും അകലുവാൻ നമുക്കാവുക പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാ പാപസാഹചര്യങ്ങളിൽ നിന്നും അകലുവാൻ ആവുക. ആർക്കാണ് ദൈവം കമനീയമായ സ്വർഗരാജ്യത്തിലെ സന്തോഷാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് ഭംഗിയായി മനസ്സിലാകുന്നുണ്ട്. വേറെ ആർക്കുമല്ല, അന്ത്യത്തോളം വിശ്വസ്തത കാത്തവർക്കാണ്, അന്ത്യത്തോളം വിശ്വസ്തത നിലനിർത്തിയവർക്കാണ്. നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും വിശ്വസ്തരാകാൻ പറ്റണം. അത് ദാമ്പത്യ ജീവിതമാകട്ടെ,
ദൈവം ചേർത്ത് തന്ന ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വസ്തരായിരിക്കണം മരണത്തോളം. നമ്മളുടെ തൊഴിലിടങ്ങളിലെ ഉത്തരവാദിത്തങ്ങൾ, ചിലപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്നും ഉപജീവനം കഴിച്ചു പോകാണ്ടക്കോണമുള്ള ജീവിത സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരികയില്ല. സാമ്പത്തിക കടബാധ്യതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. എങ്കിലും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ചുമതലയിലും തൊഴിലുകളിലുമൊക്കെ വിശ്വസ്തരായിരിക്കുക. അതാണ് നമ്മളെ അടയാളപ്പെടുത്തി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുക. നമ്മുടെ ഒരു അടുത്ത തലമുറ നമ്മളെ ഓർക്കുമ്പോൾ അവർക്ക് തല കുനിഞ്ഞ് നിൽക്കാൻ നമ്മൾ വഴിയായി ഇടയാവരുത്. അവരൊക്കെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ ഇടയാകുക. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഈ ലോകത്തിലെ വലിയ കഴിവുകളും പ്രാപ്തികളും ഒന്നും ഉള്ള മനുഷ്യരല്ലായിരുന്നെങ്കിലും അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരും അവരൊക്കെ മാതൃകാപൂർവം ജീവിക്കുന്നവരുമായിരുന്നു എന്ന് അടുത്ത തലമുറയിലെ നമ്മുടെ ഒരു കുഞ്ഞ് പറയുകയാണെങ്കിൽ, ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതുമാത്രമാണ്. അല്ല നമ്മൾ സമ്പത്തുണ്ടാക്കിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ നിമിത്തം നമ്മുടെ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് തല കുനിച്ച് നിൽക്കുവാൻ ഇടയാവരുത് ഒന്നിൻ്റെയും മുമ്പിൽ, നമ്മൾ നിമിത്തം. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ ഇന്ന് അപ്പന്മാർ നിമിത്തം മക്കളുടെ തലകളൊക്കെ വല്ലാതെ കുനിഞ്ഞു പോകുന്നുണ്ട്, തിരികെയും സംഭവിക്കുന്നുണ്ട്. മക്കൾ നിമിത്തം അപ്പന്മാരുടെ അമ്മമാരുടെയൊക്കെ തലകളും കുനിഞ്ഞു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ഓർത്ത് ആർക്കും വ്യസനിക്കുവാൻ ഇടയായി തീരരുത്. നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ ഭംഗിയായ നമ്മുടെ ഈ കല്യാണ ആൽബം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ കടന്നു പോകും, ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അടുത്ത തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നമ്മളുടെ ഫോട്ടോയുടെ നേരെ വിരല് ചൂണ്ടുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മെപ്പറ്റി പറയാൻ അനുഗ്രഹമുള്ള സ്നേഹമുള്ള സ്മരണകൾ ഉണ്ടാകണം. അല്ല നമ്മുടെ ഫോട്ടോ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് വലിയൊരു സാധനമായിരുന്നു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ല എന്ന് തിരിച്ചറിയണം. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദാവീദ് രാജാവ് തൻ്റെ മകനായ ശലോമോന് വേണ്ടിയും ശലോമോനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ദൈവസന്നിധിയിൽ നിലകൊണ്ടുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്താവിഷയമായ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് നാം എടുത്തത്. ദാവീദ് അവിടെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ വിചാരങ്ങളും ബോധ്യങ്ങളും ഒരു നാളും നീങ്ങിപ്പോകരുതേ. ഏതൊക്കെ വിചാരങ്ങളും ബോധ്യങ്ങളുമാണ് തൻ്റെ മകനായ ശലോമോനിൽ നിന്നും ശലോമോനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിൽ നിന്ന് മാറിപ്പോകരുതെന്ന് ദാവീദ് ആഗ്രഹിച്ചത്? ഒന്നാമതായി ദാവീദ് ആഗ്രഹിച്ചു, ദൈവമേ, എൻ്റെ മകൻ തിരിച്ചറിയണം, അവൻ്റെ ജീവിത വഴികളിൽ അവൻ നിസ്സാരനാണെന്ന് തിരിച്ചറിയണം. ഒന്നിലും അഭിമാനിക്കാനൊന്നുമില്ല. ഈ ലോക ജീവിതത്തിൽ നിന്ന് നമ്മളൊക്കെ വിവിധ കാലങ്ങളിലായി ഇവിടെ നിന്ന് നമ്മൾ കടന്നു പോകും. നമുക്കൊരു നിശ്ചയവുമില്ല എത്ര കാലം ഇവിടെ കഴിയുമെന്നുള്ളതൊന്നും. നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇത്രയും പ്രായം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കും അത്രയും പ്രായം കിട്ടുമെന്നൊന്നും ശടിക്കാൻ നമുക്ക് പറ്റുകയില്ല. നിന്ന നിപ്പിലാണ് ഓരോ മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ നിസ്സാരതകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ആരൊക്കെ അവനവൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതകളെ തിരിച്ചറിയുന്നുണ്ടോ, അഹങ്കാരം കുറയുന്നുണ്ടോ, അവർക്കൊക്കെ ഈ ലോക ജീവിതത്തിൽ ഭംഗിയായി ജീവിക്കാൻ തക്കവണ്ണം പറ്റും. രണ്ടാമതായി ദാവീദ് തൻ്റെ മകനിൽ നിന്ന് ആഗ്രഹിച്ചത്, ദൈവമേ, അവൻ നന്മ ചെയ്ത് ഹൃദയപൂർവ്വം ഇവിടെ ജീവിക്കണം. നമ്മൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിലൊന്നുമല്ല, ഹൃദയപൂർവ്വം ജീവിക്കുന്നതിലാണ് പ്രധാനം. ഹൃദയപൂർവ്വം ജീവിക്കുന്നവരെയാണ് ദൈവം വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതായി ദാവീദ് ആഗ്രഹിച്ചു, എൻ്റെ മകൻ പരിസരങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവൻ ആയിരിക്കണം. നാലാമതായി ആഗ്രഹിച്ചു, ദൈവമേ, അവൻ സ്ഥിരതയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും നിന്നെ അന്വേഷിക്കുന്നവൻ ആകണം. അപ്പം നമ്മെപ്പറ്റിയുമുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ഇതാണ്. ഈ സ്വപ്നം അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹകരമായ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച പരമകാരുണ്യവാനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നാം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.